എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷനാണ് ടർബോ ജോസ്. യെസ്, ടർബോയുടെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ എത്തിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് വന്നത്. ഈ ചൂടത്ത് നല്ല കിഡിലും സർപ്രൈസ്. അപ്രതീക്ഷിതമായിട്ട് വന്ന സാധനം കേട്ടോ. അപ്രതീക്ഷിതം. ഇനി തെറ്റിക്കാതെ, ഇനി ചോദിക്കരുത് കേട്ടോ. ഇനി ചോദിച്ചാൽ തെറ്റും. ഈ ചൂടത്തൊരു മഴയൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നത്. അതെ, വേനൽ മഴ. ചൂടത്ത് നല്ല ചൂടോടെ തന്നിട്ടുണ്ട്. ഒരു കിട്ടിയില്ലൻ പോസ്റ്റർ എന്തായാലും കാണാം. ഓക്കെ, ഇതാണ് പോസ്റ്റർ. സാധനം പൊളി, ഒരു രക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നതിന്റെ ആ ഒരു സീനുകളിൽ നിന്ന് തന്നെ ഉള്ളത് വേറെ ഒന്ന്. അതായത് അത് ഒരു ഫൈറ്റിന്റെ ഭാഗമാണ്, അതിനകത്ത് തന്നെ ഉള്ള വേറൊരു സാധനം. അത് ഏതെന്ന് വ്യക്തമാക്കണം. അത് കഴിഞ്ഞ ദിവസം വന്നതേ, അതായത് റിലീസ് ഡേറ്റ് മാറ്റി വെച്ചത് വന്നതേ. റെഡ് ബ്ലാക്ക് ഷർട്ടും കയ്യിലെന്തായിരുന്നു? കയ്യില് ഗദ. അല്ല, ഗദയല്ലേ അത്, അല്ല സൈലൻസർ. ആരുടെ കയ്യിലാണ് അങ്ങനെയുള്ള ഗദ ഉള്ളത്? ഓരോരുത്തർക്കും ഓരോ ഗതയല്ലേ ഇഷ്ടം. ന്യൂജൻ ഗതയാണെങ്കിലും അത് ശരിയാണല്ലോ. മറ്റേ കൊച്ചി രാജാവിന് നീ കണ്ടിട്ടില്ലേ? മറ്റേ സൈലൻസർ വലിച്ചു വെക്കുമ്പം ജഗതി എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഇതേതാണ് പുതിയൊരു ഗത? ഗതയാണോന്ന് ചോദിക്കുന്ന പിടിക്കുന്ന സീനല്ലേ? ഒരു രീതി അത്രേ ഉള്ളൂ. അത് ശരിയാ. അപ്പൊ ജോസച്ചാൻ ഒരു ന്യൂജനാണെന്നുള്ളത് നീ അത് എന്തായാലും ഉറപ്പല്ലേ? അല്ലെങ്കിലും മമ്മൂക്കല്ലേ? പിന്നല്ലാണ്ട്. ഓക്കെ, എന്തായാലും പോസ്റ്റർ ഇതാണ്. നല്ല കട്ടക്കലിപ്പില് വേറെ ലെവൽ എക്സ്പ്രഷൻ ആണ് ആളുടെ മുഖത്ത്. നല്ല മാസ് സാധനം അല്ലേ? കൊലമാസ്. കാരണം ഇതിനെക്കുറിച്ച് വേറെ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ എപ്പോഴും കണ്ടത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് അതായത് വേറൊരു വൈബൊന്നും പിടിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം ഒരൊറ്റ ആക്ഷൻ സീക്വൻസിൽ നിന്നുള്ള പോസ്റ്റേഴ്സ് ആണ്. ഇതിൽ നിന്ന് 2 പോസ്റ്റർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് വേറെ സീനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ, അതായത് സ്റ്റേഷനിലിരിക്കുന്നത്. പിന്നൊന്ന് മറ്റൊന്ന് പള്ളിപ്പെരുന്നാൾ വൈബില്, അതായത് അനൗൺസ്മെന്റ് ജൂൺ 13 സിനിമ റിലീസിനെത്തുമെന്നുള്ള ആദ്യത്തെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്റർ. ബാക്കിയെല്ലാം അതായത് ഫസ്റ്റ് ലുക്ക് പോലും എനിക്ക് തോന്നുന്നു സെയിം സാധനം തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ലുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആറ്റിറ്റ്യൂഡ്, നോട്ടം, ഇതെല്ലാം വ്യത്യാസം കേട്ടോ. നല്ല കലിപ്പിലുള്ള നോട്ടം പരിപാടിയാണ്. കൈ നല്ല ചുരുട്ടിയാണ്, മുഷ്ടി ചുരുട്ടി നിൽക്കാന്നൊക്കെ പറയില്ല. നല്ലൊരു കിട്ടിലുള്ള പഞ്ചായി ആളുടെ തിരുനെറ്റിക്ക് കൊണ്ടുപോകണം. തിരുനെറ്റി അല്ല, അത് സൈഡ് നെറ്റിയാ. സൈഡ് നെറ്റി അല്ല, തിരുനെറ്റിയോടെയല്ലേ ഗതക്ക്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. എന്നിട്ടുണ്ട് ഈ ഡ്രസ്സിങ്ങില് ഈ ഡ്രസ്സ് അങ്ങ് മാറ്റുക, ഒരു സൂട്ട് ഇട്ട് കൊടുക്കുക. അതായത് മറ്റേ ജാക്കറ്റ് അത് ഇട്ട് കൊടുത്തിട്ട് ഈ നൃത്തം നിന്നാ പക്കാ ബിലാൽ ജോൺ കുരിശിങ്കർ. അതായത് ഫേസ് കൊണ്ടാണെങ്കിലും ഹെയർ സ്റ്റൈൽ കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും എല്ലാം സെയിം സാധനം. സത്യം. മാത്രല്ല പോസ്റ്റർ ഡിസൈൻ പോലെ എല്ലാതരം ബ്ലാക്കും റെഡും. അതെ. പിന്നെ ഒരു വലിയ ബി അതിലുണ്ട്. ഈ ടൂറോ അതങ്ങ് മാറ്റി ഒളിപ്പിച്ചേക്കുക. അത് നീ ഒന്നുകൂടി വായിച്ചടാ. അത് ടൂറോ ബി അങ്ങ് അവിടെ നിർത്തുക, ബാക്കി അങ്ങ് നമുക്ക് കളയാം. അപ്പോ ബി അത് മതിയല്ലോ. ബിഗ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, മെഗാസ്റ്റാർ അവിടെ നിൽക്കുന്നുണ്ട്. ബിഗ് അപ്പൊ ബി ഒരു സെയിം ലുക്ക് തന്നെ കേട്ടോ. നോട്ടം കൊണ്ടാണെങ്കിൽ എന്താ ഡ്രസ്സിങ്ങിന്റെ മാത്രം വ്യത്യാസമുള്ളൂ. അത് കൈ മടക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം. പിന്നെ ആ കൊന്ത അളിയാ, നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ? എന്താടാ? ഞാൻ BGM ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. മാറ്റി പിടിക്കല്ല, ആളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ. ആളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആളുടെ ഉള്ളിൽ ആ ബി അതായത് ബിലാൽ ജോൺ കുരിശിങ്കലിന്റെ മുഖത്ത് കൊണ്ടുവരാൻ പോവാണ്. ജോസ് മാറിയിട്ട് ബിലാലാവും. അത് നോക്കാം നമുക്ക്. ബിഗ് ബി ഇല്ലല്ലേ, ആള് ക്യാരക്ടർ ഇടില്ല കേട്ടോ. പറയാൻ പറ്റില്ല. ടീച്ചറമ്മേനെ നോക്കുമായിരിക്കും. കത്തി എടുക്കണമെന്നൊക്കെ അനിയന്മാരാണ് കത്തി എടുത്തിട്ട് അങ്ങനെയല്ല, നമ്മളോട് തിരിഞ്ഞിട്ട് BGM ഇപ്പൊ മാറും. വാപ്പായ ഒന്ന് കാണാവുന്നതാ. അയ്യോ, സെയിം സാധനം തന്നെ, സെയിം ലുക്ക്. സെയിം സാധനം എന്നല്ല, സെയിം ലുക്ക്. അതെ, കോളനി നല്ല അവന്റെ അമ്മയുടെ ഗർഭപാത്രമാണ് പോക്കിയിരിക്കുന്നത്. സംഭവം ശരിയാട്ടോ. എന്താണെങ്കിലും നല്ല അടിപൊളി പോസ്റ്ററാണ് കേട്ടോ. നല്ല കിട്ടില്ല പോസ്റ്റർ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ക്വാളിറ്റിയിൽ, അതായത് കളർ ഷെയ്ഡിലായാലും കളർ ഗ്രേഡിങ്ങിലായാലും എല്ലാം കൊണ്ടും ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പോസ്റ്റർ ഇതാണെന്ന് തോന്നുന്നു. അല്ല, മറ്റേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു രക്ഷയില്ലായിരുന്നു. ആണോ? എനിക്ക് അതിന്റെ ആ ഒരു ഗ്രേഡിൽ ചെറിയൊരു പ്രശ്നം. ഇതിനേക്കാൾ പകലല്ലേ?
അത് ശരിയല്ലേ. ഇത് വേറെ ഏതോ ടൈമിലുള്ള സാധനമാണ്, അതെന്തായാലും കാണിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ പോസ്റ്ററിൽ കുറച്ച് ഈ മുഖത്തൊക്കെ ഉള്ള ഷെയ്ഡുണ്ടോ, റെഡ് യെല്ലോ ഒക്കെ കളർ ഗ്രേഡിങ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. മറ്റേത് കുറച്ച് പ്ലാസ്റ്റിക് രീതിയിൽ തോന്നുമായിരുന്നു ആളുടെ കൈയൊക്കെ, കൈയിൻ്റെ വർക്ക് അങ്ങനെ തോന്നുന്നു. എന്തായാലും ഗംഭീരം. എന്തായാലും അളിയാ വേറെ കാര്യണ്ടേ, സംഭവം സർപ്രൈസ് ആയിട്ട് ഈ ഒരു സാധനം. അത് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്ഥലത്തും അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ടെന്നോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതെ, അതല്ലേ സർപ്രൈസ് ആയിട്ട് ഫാൻസിന് കൊടുത്തു. പക്ഷെ ഫാൻസ് നന്നായിട്ട് തരും തിരിച്ച്. എന്താണെന്നറിയോ, ഫാൻസ് ഇതുകൊണ്ട് ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. കോപ്പൊതുങ്ങും ഉള്ള കാര്യം പറയാലോ, ഉണ്ടേ ഒതുങ്ങും. കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടീസർ, ട്രെയിലർ. ഇത് കുറഞ്ഞ ഒന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരല്ല. കാരണം കുറേ നാളായി വർക്ക് കഴിഞ്ഞതാണ് ഇന്ന ദിവസം റിലീസ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതിന്റെ ഒരു ഗ്ലിംസ് പോലും ഇട്ട് കൊടുക്കുന്ന പോലുമില്ല. അപ്ഡേഷൻസും വേറെ ഇല്ല. അതായത് ഇന്ന ദിവസം റിലീസ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒരു സംഭവം വന്നിട്ടില്ല. എന്തായാലും സാധാരണ മമ്മൂക്ക ഒരു പോസ്റ്റർ, നല്ല പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിഡിലൻ കമൻസ് വരാറുണ്ട്, നല്ല മാസ് ഐറ്റംസ്. അതായത് ഇവരൊക്കെ ഏത് ലെവലാണ് നമ്മൾ ചിന്തിച്ചു പോകും. അതായത് കമൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കലയായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എന്നാൽ ഇവിടെ കലയല്ല, കൊല നടക്കാൻ സാധ്യത. ഇവിടെ കിട്ടും, നന്നായിട്ട് വാങ്ങും, ഉറപ്പാണ്. ഇത്രയും നല്ല പോസ്റ്റർ കൊടുത്താൽ പോലും ഒരിക്കലും ഒരു ഹാപ്പി ആകും. പക്ഷെ എന്നാ പോലും അതിന്റെ അപ്പുറം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ജനങ്ങള് പ്രതികരിക്കൂലേ? തീർച്ചയായിട്ടും പ്രതികരിക്കും. എന്തായാലും നമുക്ക് കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ആൾ ദി ബെസ്റ്റ് മമ്മൂക്ക. താങ്ക് യു. നീയാണോ മമ്മൂക്ക? പിന്നെന്താ, നമുക്ക് എന്തും പറയാലോ. ഓക്കെ, എക്സ്പെക്ടിങ് എ മൈൻഡ് ബ്ലോയിങ് ടീസർ ആൻഡ് ആക്ഷൻ പാക്ഡ് ട്രെയിലർ. കേട്ടോ കേട്ടോ, ഇതാണ് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവം. ഇതൊക്കെയാണ്. അടുത്തത് പ്രൊമോഷൻ അത് അല്പം കൂടുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ട് കൊടുക്കരുത്. അതെ, കുറച്ച് കൂടുന്നുണ്ട് പ്രൊമോഷൻ. ഊക്കുന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് നൈസായിട്ട്. അതല്ലേ, നമ്മള് ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ലൂസിഫർ സിനിമ അല്ലേ, അതിന്റെ ഗ്ലിംസ് വരാൻ സാധ്യത ഉണ്ട്. ലൂസിഫർ അല്ല, എമ്പുരാന്റെ ഒരു ഗ്ലിംസ് വരാൻ സാധ്യത ഉണ്ട് 21-ാം തീയതി, അതായത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക്. അതൊരു ചെറിയ റൂമറാണ്. അപ്പോൾ അന്ന് അതിന് താഴെ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നു, സിനിമ തീർന്നിട്ടില്ല, 20% ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും ഗ്ലിംസ് വരെ അവിടെ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഷൂട്ട് മൊത്തം കഴിഞ്ഞ് എഡിറ്റും കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമ ഒരു സാധനം തരുന്നില്ല. ഇതൊന്ന് വായിച്ചു നോക്ക്. പടത്തിന്റെ ഇന്റർവെല്ലിന് ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? കിട്ടിയില്ല കമന്റ്. സൂപ്പർ കമന്റ്. പടത്തിന്റെ ഇന്റർവെല്ലിനായിരിക്കും അല്ലേ ട്രെയിലർ? 22 ലൈക്ക് ഉണ്ട് ഇപ്പൊ തന്നെ, 25 ടെറി ജോൺ. സൂപ്പർ കമന്റ്, സൂപ്പർ കമന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കമന്റ്, സൂപ്പർ ആയിട്ട്. അതെ, ഒരു ഇത് എന്ന് തരാനാ ഇനിന്ന്, അതാണ്, അത്രേ ഉള്ളൂ. അതെ, ടീസർ കൊടുങ്കയ്യാ, ടീസർ ട്രെയിലർ അത് തന്നെയാണ്. പിന്നെന്താ പറയാ, ടീസർ ഇല്ലേക്കാ. പിന്നെ വേറൊരു കാര്യം, വെറും തീയും ബന്ധവും മാത്രമേ ഉള്ളൂ. കണ്ടമാനം തീയും ബന്ധം മാത്രം നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തീയും ബന്ധമൊക്കെ പാടെ കൂട്ടിയിട്ടേ കത്തിക്കുവോ, ട്രെയിലറൊക്കെ ഉടൻ കൊടുക്കി. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് നിങ്ങളുടെ ഫാൻസിന് പ്രാന്തന്മാരാണ്, തീയിട്ടിട്ട് പോവും. വേഗം ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, നമ്മളതിൽ പെടും. പലതും സംഭവിക്കുന്ന സ്നേഹം കൂടുന്നത് കൊണ്ടാണ്, അറിയാലോ. അയ്യോ, എന്താണെങ്കിലും നിങ്ങൾ ഈ പോസ്റ്റർ വന്നാലൊന്നും ഞങ്ങൾ ഫാൻസ് ഒതുങ്ങൂന്ന് കരുതണ്ട. ഞങ്ങള് ഓൾറെഡി ഞങ്ങൾ അസ്വസ്ഥരാണ്. പിന്നെ സാധനം ഇനി ഇതേപോലെ ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ അസ്വസ്ഥത. പിന്നെ അതായത് ഇതൊക്കെ കാണുമ്പോ അടങ്ങല്ല ചെയ്യാം കൂടുതലായിട്ട്. അതായത് നമ്മൾ സത്യമായിട്ട്, അതായത് ട്രെയിലറോ ടീസറോ കണ്ടിട്ടില്ലെങ്കിലേ സമാധാനം കിട്ടൂല. ഒന്നാമത് ഇപ്പൊ സിനിമ റിലീസ് ചെയ്യാൻ ഇനി ആകെ 18 ദിവസം 17 ദിവസം കൊണ്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ട്രെയിലറോ ടീസറോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അത് വളരെ നല്ലതായിരിക്കും. എന്തായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് 23-ാം തീയതി റിലീസ് ഡേറ്റ് എന്ന് മാത്രം കൊടുത്തിട്ട് ഈ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്തായാലും സന്തോഷം, നല്ലൊരു സർപ്രൈസ് തന്നെയായിരുന്നു. അല്ല, വേറൊരു കാര്യത്തിന് പറഞ്ഞുതരാം, ഇതെങ്കിലും കിട്ടിയല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയെങ്കിലും തരുന്നുണ്ടല്ലോ, ധാന്യമണികൾ ഇട്ട് തരും. അത് തന്നെ വലിയൊരു കെട്ടല. സാധാരണ ഇങ്ങനെയൊന്നും കിട്ടാറില്ല, അത് വേറൊരു സത്യം. അതെ, എന്തായാലും
നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, കൂടുതൽ കിട്ടും. അതായത് ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കടുകുമണിയോളം കിട്ടുള്ളൂ. അതേപോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നാളെ മറ്റന്നാളോ ഒക്കെ ടീസറോ ട്രെയിലറോ ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വരും എന്ന് തോന്നുന്നില്ല. എന്നാലും അപ്പോൾ അതായത് നമ്മൾ മലയോളം ആഗ്രഹിച്ചതാണ് ടീസറും ട്രെയിലറും. അപ്പൊ അതുകൊണ്ടാണ് കുന്നിമണിയോളം ഇത് ഒരു സാധനം ഇല്ലാത്തൊരു സാധനം കിട്ടുന്നത്, ഇത് കിട്ടിയത് അല്ലേ. പിന്നല്ലാണ്ട് ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു പോസ്റ്റർ അങ്ങ് തന്നു, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. ഇനി അതുക്കും മേലെന്താ ആഗ്രഹിക്കുക? ഇനി സിനിമ അല്ലേ, സിനിമ പുറത്തിടാൻ ആഗ്രഹിക്കാം, ട്രെയിലർ വരും. അതൊരു സത്യം കേട്ടോ. സിനിമ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഡേറ്റ് വന്നതാണല്ലോ. ഇനിയിപ്പോ എന്തും തേങ്ങ ആഗ്രഹിക്കുക, എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുക. എന്തായാലും സാധനം തരി. കുറച്ചായത് നല്ല ദേഷ്യം വരണം. ജോസച്ചായ എന്നാ നിർത്തിക്കോ, കളിക്കാൻ നിൽക്കണ്ടോ. കൈയൊക്കെ ചുരുട്ടി പിടിച്ചേക്കണം, മൂഞ്ചായി മാറിപ്പോവും. എന്തായാലും ബോഡികളെ സെറ്റ് ബോഡിയാണ്. ഏതായാലും കണ്ണൊക്കെല്ലടാ പട്ടി. ചെറുക്കനെ 35 വയസ്സുള്ളൂ, ചെറുക്കനെ കണ്ണ് വെച്ചാണ് അടി. ന്യൂജൻ ഗത എന്തായാലും സൂപ്പറാ. ഓക്കെ, ട്രെൻഡ് ആകാൻ പോണ സാധനമാണ് ന്യൂജൻ. ടീസറും ട്രെയിലറും അത് മുന്നിൽ വെച്ചിട്ട് നീ വർത്താനം പറഞ്ഞാൽ മതി. ജോസച്ചായനോടാണ്. മമ്മൂക്ക പ്ലീസ് തരൂ. ഇച്ചിരി കൂടി പോകുന്നുണ്ടോ നമുക്ക് കുറച്ച്. കൊണ്ടല്ലടാ. എന്തായാലും പോവാണ്, വയ്യ. ഇത് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോട്ടെ, അടുത്ത് തന്നെ വരും എന്ന് വിചാരിക്കുന്നു. ബൈ.